എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വഴുതനങ്ങ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 3 വഴുതനങ്ങ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ വിനെഗർ. വഴുതനങ്ങ ഫ്രൈ ആക്കാൻ നമുക്ക് മസാല റെഡിയാക്കാം. മുളക് പൊടി ഇടാം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനെഗർ ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഒരു 1/2 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇത് മിക്സാക്കാം നന്നായിട്ട്. കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതിൽ ഉപ്പ് പാകം നോക്കിയിട്ട് നമുക്ക് വഴുതനയിൽ പരട്ടിയിട്ട് ഫ്രൈ ആക്കാം. ഈ വഴുതനങ്ങ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് മസാല ഇതിലൊക്കെ ആക്കണം. ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെയും കട്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല പിടിക്കും. വഴുതനങ്ങ ഇതേപോലെ എല്ലാതും കട്ട് ചെയ്തിട്ട് ഇതേപോലത്തെ വഴുതനങ്ങ എടുക്കുക, അധികം മൂക്കാത്തത്. ഇനി നമുക്കിതിൽ മസാല ഇട്ടാം. മസാലയിൽ ഉപ്പൊക്കെ നോക്കിയിട്ടിടുക. ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതേപോലെ പരട്ടിയിട്ട് കുറച്ച് നേരം വയ്ക്കുക, ഒരു 10 മിനിറ്റ് വയ്ക്കുക. പാൻ ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് വഴുതനങ്ങ ഇതിലേക്ക് ഇടാം. ഓരോന്നായിട്ട് സ്ലോ വെച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഒരു 5-6 മിനിറ്റ് കൊണ്ട് അത് വേവുള്ളൂ. സ്ലോ വെച്ചിട്ട് ഒന്ന് മൂടിയിടാം. ഒരു 2 മിനിറ്റ് അതിൻ്റെ നമുക്ക് മറിച്ചിടണം. ഒരു സൈഡ് വെന്തുണ്ടാവും. എല്ലാതും മറിച്ചിടാം. എല്ലാതും മറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മൂടിയിടാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനിയും എടുക്കാം. ഇപ്പം 5-6 മിനിറ്റ് ആയിട്ട് ഇത് നമുക്ക് ആയിണ്ടാവും. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് എടുക്കാനിരുന്നത്. ഇതുപോലെ എല്ലാതും മറ്റേതും വറുത്തെടുക്കാം. ഇതിൽ ഇനിയുള്ള വഴുതനങ്ങയെല്ലാം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കരുത്. മീൻ വറുക്കണ പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് പരിപ്പ് കറി ആയാലും അതിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇത് മൂടിയിട്ട് കഴിക്കാം. വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്